മറ്റൊരു വാർത്ത, വാഹനാപകടത്തിൽ പരിക്കേറ്റ ബിലീവേഴ്സ് ചർച്ച് മെത്രാപ്പൊലീത്ത KP യോഹന്നാൻ അന്തരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. അമേരിക്കയിലെ ഡാലസിൽ പ്രഭാത നടത്തത്തിനിടെയായിരുന്നു അപകടം. വിവരങ്ങളുമായി സന്തോഷ് നിലയ്ക്കൽ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. സന്തോഷ്, അദ്ദേഹം വാഹനാപകടത്തിൽ പരിക്കേറ്റതു മുതൽ പ്രാർത്ഥനയിലായിരുന്നു വിശ്വാസികൾ. എന്നാൽ ഇപ്പോൾ മരണവാർത്തയും എത്തിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപകടവും ഇപ്പോൾ അദ്ദേഹത്തേക്ക് മരണവാർത്ത എത്തുന്നതും ഏത് വിധത്തിലാണ്? ഫിജി, ഏറെ ദുഃഖത്തോടു കൂടിയാണ് വിശ്വാസി സമൂഹം ഈ വാർത്ത കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ അമേരിക്കയിൽ ഡാലസ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള റോഡിൽ വെച്ചാണ് KP യോഹന്നാൻ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ ഡാലസ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള റോഡിലേക്ക് അദ്ദേഹം സാധാരണഗതിയിൽ ഈ ചർച്ചിന്റെ സമീപത്താണ് പ്രഭാത നടത്തം നടത്താറുള്ളത്. എന്നാൽ ഇന്നലെ വെളുപ്പിന് 6:45 അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. എതിരെ വന്ന ഒരു കാറ് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഈ വാഹനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നാലും ആ അപകടം നടത്തുന്ന സ്ഥലത്ത് നിന്ന് KP യോഹന്നാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എയർലിഫ്റ്റിംഗ് വഴിയാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ അപകടത്തിന്റെ ആഘാതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് തലയ്ക്കും അതുപോലെ തന്നെ ദേഹത്തുമെല്ലാം പരിക്കും ഉണ്ടായിരുന്നു. തലയ്ക്കേറ്റ ഗുരുതരമായ ഇഞ്ചുറി ആയിരുന്നു അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഏറ്റിരുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അടിയന്തര ശസ്ത്രക്രിയകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി വന്ന ബുള്ളറ്റിനിൽ അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. അതോടൊപ്പം തന്നെ രക്തസ്രാവം അടക്കമുള്ളത് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മെഡിക്കൽ സംഘത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ 48 മണിക്കൂറിലെ ഒരു ഒബ്സർവേഷനിലേക്ക് ഡോക്ടർമാർ അദ്ദേഹത്തെ വെക്കുകയും അതിന് തുടർന്നുള്ള പിന്നീടുള്ള ശുശ്രൂഷകൾ നൽകുകയുമാണ് ചെയ്തത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിന് വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയായിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും പ്രത്യേകിച്ചും കേരളത്തിലെ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തിനിടയിൽ അത് വലിയ ഒരു ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് KP യോഹന്നാൻ എന്ന ഈ പിതാവ്, KP യോഹന്നാൻ എന്ന ഏവരുടെയും പിതാവ് ഇപ്പോ അന്തരിച്ച വാർത്ത വരുന്നത്. എന്തായാലും തിരുവല്ലയിലാണ് അദ്ദേഹത്തിന്റെ ബിലീവേഴ്സ് ചർച്ചിന്റെ കേരളത്തിലെ ആസ്ഥാനം ഉള്ളത്. എന്തായാലും അവിടെ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ആഘാതം തന്നെ വിശ്വാസി സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ KP യോഹന്നാന്റെ വിയോഗ വാർത്ത നമ്മളും ഒപ്പം ഏവരും ശ്രമിക്കുന്നത്. ജിജി, സന്തോഷ്, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തീരുമാനങ്ങളൊന്നുമായിട്ടില്ല എങ്കിലും ഭൗതികദേഹം തിരുവല്ലയിൽ എത്തിക്കും, ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തൊക്കെ എത്തിക്കുമെന്ന് നമുക്ക് കരുതാമോ? ഫിജി, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഈ ആശുപത്രിയിൽ ഡാലസ് ഹോസ്പിറ്റൽ, അമേരിക്കയിലെ ഡാലസ് ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. അവിടെ ബിലീവേഴ്സിന്റെ ചർച്ചിന്റെയും അതുപോലെ തന്നെ സഭയുടെയും എല്ലാം അധികാരികളും അതോടൊപ്പം തന്നെ മറ്റ് ആൾക്കാരും എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്. ആ മൃതശരീരം കേരളത്തിലേക്കോ അല്ലെങ്കിൽ തിരുവല്ല ആസ്ഥാനത്തേക്കോ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തീരുമാനങ്ങളൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ സമയത്ത് നമുക്കത് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. എന്തായാലും തീർച്ചയായും മരണവാർത്ത എത്തിയിട്ട് അല്പസമയമേ ആകുന്നുള്ളൂ എങ്കിലും വിശ്വാസികൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അത് കാരണമാണ് ചോദിച്ചത് സന്തോഷം. എന്തായാലും കേരളത്തിലേക്ക്, തിരുവല്ലയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കും എന്ന് തന്നെ കരുതാം. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വിശ്വാസികൾക്ക് സൗകര്യമൊരുങ്ങും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് എബി ജോൺ തോമസും ചേരുന്നു. എബി, KP യോഹന്നാൻ എന്ന ഒരു വ്യക്തിത്വം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ഒരു ജനസമൂഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണങ്ങളൊക്കെ വളരെ പ്രശസ്തമായിരുന്നു. ആത്മീയ യാത്ര എന്നുള്ള പേരിൽ അദ്ദേഹം റേഡിയോയിലൂടെ പ്രഭാഷണങ്ങൾ നൽകുമായിരുന്നു. ഒരു അൽമായനായി ജീവിച്ച് പൗരോഹിത്യത്തിലേക്ക് വന്ന് വലിയൊരു ആത്മീയ ജീവിതത്തിന് ഉടമയായ വ്യക്തിത്വം. അദ്ദേഹത്തെ എങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാനാവും? ഫിജി, 74 വർഷം നീണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതം സംഭവബഹുലമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 16-ാമത്തെ വയസ്സിലാണ് ഈ ദൈവവചന പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ അദ്ദേഹം തിയോളജി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ ഒരു പൗരോഹിത്യം എന്ന നിലയിൽ തന്നെ അത് ഏറ്റെടുത്ത് ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഈ ദൈവവചന പ്രഘോഷണം നടത്തും. അതിനുശേഷമാണ് പൗരോഹിത്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനം
പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. ഫിജി പറഞ്ഞതുപോലെ തന്നെ റേഡിയോയിൽ ആകാശവാണിയിലൂടെ രാവിലെ 5 മണിക്കുണ്ടായിരുന്ന ആത്മീയ യാത്ര അത് ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുന്ന നിലയിൽ ഒരു പ്രത്യേക പരിപാടിയായി തന്നെ അതിനുവേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് അത്തരത്തിൽ ആളുകളിലേക്ക് വളരെ വേഗം ഇറങ്ങിച്ചെല്ലാൻ KP യോഹന്നാന് സാധിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഗോസ്പൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ചേർന്ന് അദ്ദേഹം അവിടെ ജർമ്മൻ സ്വദേശിയായിട്ടുള്ള ഒരു വനിതയെ തന്നെ, സമാനമായ ചിന്താഗതിയുള്ള ഒരു വനിതയെ തന്നെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ആ വിവാഹം ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ അവർ ഇത്തരത്തിൽ ഈ വചന പ്രഘോഷണത്തിൽ തന്നെയാണ് അവർ, അല്ലെങ്കിൽ ബൈബിൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവും അവരുടെ പ്രവർത്തികളുമെല്ലാം തന്നെ ആ നിലയ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. എന്തായാലും ഇത് അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്നുള്ളതാണ് നിലവിൽ KP യോഹന്നാൻ അധ്യക്ഷനായിരിക്കുന്ന സഭയുടെ പേര്. അത് 2023 അത്തരത്തിലൊരു പേരുമാറ്റത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് 2013 ബിലീവേഴ്സ് ചർച്ച് എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു സഭയെ രൂപീകരിക്കുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സഭയ്ക്ക് മെത്രാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിനുശേഷം സ്വയം അഭിഷിക്തനാകുകയായിരുന്നു അദ്ദേഹം. അന്ന് CSI സഭയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം തന്നെ ഈ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തുന്ന അഭിഷേക കർമ്മം ഉൾപ്പെടെ നടത്തിയിരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാസ്റ്ററായി ജീവിതം ആരംഭിച്ചതിന് ശേഷം വൈദികനായി ഗോസ്പൽ ഫോർ ഏഷ്യ എന്നുള്ളൊരു സംഘടന രൂപീകരിക്കുന്നു. ആ സംഘടന വലിയ രീതിയിലുള്ള ഈ കാരുണ്യ പ്രവർത്തികൾ, ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ചികിത്സാ സഹായം, ഒപ്പം മറ്റ് വിദ്യാഭ്യാസ സഹായം തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ ഈ ആരോഗ്യ വിദ്യാഭ്യാസ സഹായ മേഖലകളിൽ അദ്ദേഹം ഈ സംഘടനയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുകയായിരുന്നു. അത് ഇന്ത്യയിൽ ഉടനീളം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യക്ക് പുറത്ത് വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അമേരിക്കയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ അതിൻ്റെ കേന്ദ്ര സ്ഥലമായി കണ്ട് അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്തായാലും തിരുവല്ലയിലും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു ആസ്ഥാനം ക്രമപ്പെടുത്തുകയും അവിടെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. ഏറ്റവും ചെറിയ തുകയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ചെറിയ തുകയ്ക്ക് ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സഹായം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആശുപത്രികളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശുപത്രി രൂപീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ആ നിലയ്ക്ക് തന്നെയായിരുന്നു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആശുപത്രിയിലാണ് അത്തരത്തിൽ ഈ ചികിത്സാ സഹായങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. നിരവധിയായിട്ടുള്ള വിവാദങ്ങൾക്കും KP യോഹന്നാൻ്റെ കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ ജീവിതം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നും തന്നെയില്ല. ഈ മെത്രാഭിഷേകം മുതൽ നിരവധിയായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ വരെ വലിയ രീതിയിൽ അന്വേഷണ വിധേയമാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന എരുമേലി വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഈ ബിലീവേഴ്സ് ചർച്ചും KP യോഹന്നാനും ഒക്കെ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യം കൂടി എന്തായാലും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇന്ന് അല്പസമയം മുമ്പ് വിട പറഞ്ഞിരിക്കുന്നു. 4 ദിവസം മുമ്പാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തുന്നത്. അമേരിക്കയിൽ അവിടെ എത്തി പ്രഭാത സവാരിക്കായി ഇറങ്ങുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ പ്രഭാത സവാരി അവിടെ നടത്തുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ചൊവ്വാഴ്ച വൈകുന്നേരമാണ്. നമുക്ക് ഇവിടുത്തെ സമയം ചൊവ്വാഴ്ച വൈകിട്ടാണ്, അവിടെ രാവിലെ സമയത്തായിരുന്നു. അതിനുശേഷം ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ വിധേയമാക്കുന്നു. പക്ഷേ ആന്തരിക രക്തസ്രാവം അതിൽ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഉണ്ടായിട്ടുള്ള 2 ഹൃദയസ്തംഭനം അതും ഈ മരണത്തിന് കാരണമായിരിക്കുകയാണ്. ആദ്യമുണ്ടായ ഹൃദയസ്തംഭനം മറികടക്കുന്നതിന് ആശുപത്രി സംവിധാനങ്ങൾക്ക് സാധിച്ചു. പക്ഷേ അത് രണ്ടാമതും അത്തരത്തിൽ ഒരു ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബി ജോൺ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന്റെ അന്ത്യം ഡാലസിലാണ് സംഭവിച്ചത്. അമേരിക്കയിൽ ഭൗതികദേഹം ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്, തിരുവല്ലയിലേക്ക് മറ്റും കൊണ്ടുവരുന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ തീരുമാനങ്ങൾ ആയിട്ടില്ല. മറ്റു